ഓഗസ്റ്റ് ക്ലബ്ബ് കണ്ടതിന് ശേഷം സ്ത്രീകൾ ഫാൻസ് കുറെ കൂടിയെന്ന് തോന്നിയിട്ടുണ്ട്. വളരെ നല്ല റെസ്പോൺസാണ്. ഇനിയും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം ഞങ്ങളുടെ മനസ്സിൽ അല്ലേ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ സ്ക്രിപ്റ്റിംഗിലേക്ക് വരുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആണ്. അതും അരുൺകുമാർ അരവിന്ദാണല്ലോ. വീണ്ടും ഒരു ചിത്രം ചെയ്യാണ് നിങ്ങൾ. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രമേയം? എങ്ങനെയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ മാർച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ മാർച്ച് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ ഒരു ഐഡിയോളജി പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട കാഴ്ചകളും നമ്മുടെ DNA ആപ്ലിക്കേഷൻസും പിന്നെ അജ്ഞാതമായ എന്തോ ഒന്നിൻ്റെ ഇടപെടലും എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ മാർച്ച് ഉണ്ടാകുന്നത്. അങ്ങനെ വിവിധ രീതിയിൽ മാർച്ച് ചെയ്യുന്ന ആൾക്കാർ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കഥയാണ് ലെഫ്റ്റ് ഹാൻഡ്. അതിനകത്ത് ട്രെയിലർ കണ്ടപ്പോൾ ഇന്ദ്രന്റെ ഡയലോഗൊക്കെ വളരെ രസമുണ്ടായിരുന്നു. ഈ ഇടതും വലതും ഇടത് പാർട്ടി രണ്ടായാൽ അതിലൊന്ന് ഇടതും മറ്റൊന്ന് വലതും ആവണ്ടേ അങ്ങനല്ല. അപ്പൊ അത് കാണുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൽ അത് മാറി കിട്ടും ഇങ്ങനെയുള്ള ഒരു കാര്യം. അല്ല, അതിൽ പറയുന്നുണ്ട് അറിയാതെ പറയുന്നത് അറിയേണ്ടത് എന്ന് പറഞ്ഞുള്ള ഒരുപാട് പല പല സെക്ഷൻസിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. ഈ ഇടത് പാർട്ടി രണ്ടായ അതിലൊന്ന് ഇടതും പിന്നൊന്ന് വലതും ആവണ്ടേ. ഇവിടെ കമ്മ്യൂണിസത്തിനും മാർക്സിസത്തിനും ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് RPM-ലൂടെ മാത്രമേ തൽക്കാലം ലോകം അറിയൂ. അതുപോലെ ഇന്ദ്രനുമായിട്ട് ഇപ്പം സിനിമകളായി അടുത്ത കാലത്ത് ഇതിലുണ്ട്, ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പുള്ളി അദ്ദേഹവുമായിട്ടുള്ള ഒരു വർക്ക്? ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മോൾഡബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിൽ ഏറ്റവും ഐ വിൽ കൗണ്ട് ഹിം ആസ് ദ ഫസ്റ്റ്, ആസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോൾഡബിൾ ആക്ടേഴ്സിൽ. ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം നമ്മൾ പറഞ്ഞ് ഇപ്പം ഞാൻ ഈ സെറ്റിലൊക്കെ എൻ്റെ ക്യാരക്ടേഴ്സ് ഞാൻ പെർഫോം ചെയ്യുന്നൊരു ഹാബിറ്റ് ഉണ്ട് ആക്ടേഴ്സിന്. ഞാൻ കണ്ട രീതിയിൽ ഒരു തവണ പെർഫോം ചെയ്തിട്ട് പിന്നെ ദേ ക്യാൻ ഡു ഇറ്റ് ആസ് ദെയർ ഓൺ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആക്ടറാണ് ഇന്ദ്രൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ടാലൻ്റാണ്. അതുള്ളൊരാളാണ്. ഇതിൽ ഏത് കഥാപാത്രമാണ് താങ്കൾ ചെയ്യുന്നത്? ഇതിൽ റോയ് ജോസഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അഭിനയം, പിന്നീട് സ്ക്രിപ്റ്റിംഗ്, ഇങ്ങനെയുള്ള മേഖലകളിലല്ലാതെ തന്നെ പാട്ടിന്റെ രംഗത്തും മുരളി ഗോപി പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണല്ലോ. രസികനിലൊരു പാട്ട് പാടിയിരുന്നു, ചാഞ്ഞു നിൽക്കണ എന്ന് പറയുന്നത്. വീണ്ടും ഒരു പാട്ട് പുതിയ ചിത്രത്തിൽ പാടുന്നുണ്ടെന്ന് കേട്ടു. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന്റെ ആന്തം, അതിന്റെ ടൈറ്റിൽ സോങ്, തീം സോങ് പാടിയിട്ടുണ്ട്. അത് റഫീഖ് അഹമ്മദ് എഴുതിയ, ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത പാട്ടാണ്. സിനിമയുടെ ഫുൾ കണ്ടന്റ് ആ സോങ്ങിലുണ്ട്. അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് പാടണം തോന്നി. അതുകൊണ്ട് ഞാനും കൂടെ ഡിസൈഡ് ചെയ്താണ്, ഗോപിയും കൂടെ ഡിസൈഡ് ചെയ്താണ് ഞാൻ പാടാൻ. ഇപ്പോൾ സിനിമക്കാരെല്ലാവരും, ഈ സിനിമാ താരങ്ങളെല്ലാവരും പാട്ട് പാടുന്നു. ഈ അഭിനയത്തിന് കൂടാതെ തന്നെ പല പല മേഖലകളിൽ അവർ സിനിമയിൽ തന്നെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ താങ്കളും ഇനി വീണ്ടും വീണ്ടും സിനിമകളിൽ പാട്ട് പാടാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല, പാട്ട് പാടുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു കുട്ടിയുടെ ആവേശത്തോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും സംവിധായകരാരെങ്കിലും അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മഞ്ചൂറിയൻ ചാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനി അടുത്ത കോൾ അതിലാവാം. സ്വന്തം സ്ക്രിപ്റ്റിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ, ഈ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അല്ല, സ്വന്തം സ്ക്രിപ്റ്റ് ആയാലും ബാക്കിയുള്ളവരുടെ സ്ക്രിപ്റ്റ് ആയാലും കഥാപാത്രങ്ങൾ നമ്മളെക്കാൾ വലുതാണ് എപ്പോഴും. അത് നമ്മൾ എഴുതുന്ന സ്ക്രീൻ പ്ലേ ആണെങ്കിലും വേറെ ആൾ ചെയ്യുന്നതാണെങ്കിലും പെർഫോമൻസ് ഇസ് എ ഡിഫറെൻ്റ് ആർട്ട്. എഴുതുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിൽ പെർഫോം ചെയ്താണ് എഴുതുന്നത്. ഓരോ ക്യാരക്ടറായിട്ട് എഴുതുമ്പോഴും അതിൻ്റെ മനസ്സിൽ പെർഫോം ചെയ്താണ് എഴുതുന്നതെങ്കിലും ഇതിനെ ആക്ടിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആർട്ടാണ്. അതിൽ കഥാപാത്രവും ആക്ടറും മാത്രമേ ഉള്ളൂ. അവർ തമ്മിലുള്ളൊരു ഭയങ്കരമായൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരണം. അത് വളരെ ഹമ്പിളായിട്ടാണ് ഞാൻ എല്ലാ ക്യാരക്ടേഴ്സിനെയും അപ്രോച്ച് ചെയ്യാറ്, എൻ്റേതായാലും വേറെ ആൾ എഴുതിയാലും. ഇനിയിപ്പോൾ പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? കാഞ്ചി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്. അതിൽ സ്ക്രിപ്റ്റിംഗ് ആണോ അഭിനയമാണ്? ഞാനും ഇന്ദ്രജിത്തുമാണ് അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അത് ജയമോഹനാണ് അത് എഴുതുന്നത്. ഒഴിമുറി എഴുതിയ, കടൽ, ഞാൻ കടവുളൊക്കെ അല്ലല്ല, അതൊരു മാസ് എന്റർടൈനർ പോലത്തെ സിനിമ. അത് കഴിഞ്ഞിട്ട് അരുൺകുമാർ അരവിന്ദും ജയമോഹനും കൂടെ ചേർന്നിട്ട് എഴുതുന്ന, അത് ഞാനും ഫാസ്റ്റ് ഫാസിലുമാണ് അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ കന്യക ടോക്കീസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിൻ്റെ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്.
എന്താണ് അതില് അതൊരു ഫാദർ, പേര് തന്നെ ഒരു വ്യത്യാസം. അതെ അതെ, മൈക്കൽ പ്ലാത്തോട്ടത്തിൽ നിന്നൊരു പ്രീസ്റ്റിൻ്റെ ക്യാരക്ടറാണ്. ഇപ്പോൾ പലരും ഈ വില്ലനായിട്ട് വന്ന സിനിമയിൽ വന്ന പലരും ഒക്കെ ഇപ്പോൾ കോമഡി പരീക്ഷിച്ച് ഭയങ്കര കോമഡി താരങ്ങളായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി ഒരു പക്ഷേ ഭാവിയിൽ മുരളി ഗോപി എന്ന ഒരാളിൽ നിന്ന് അത്തരം ഒരു കഥാപാത്രം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു ആക്ട് ഓഫ് എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ അതിൽ എനിക്ക് അപ്പീൽ ചെയ്യുന്ന എന്ത് ക്യാരക്ടറും ഞാൻ ട്രൈ ചെയ്ത് നോക്കും. പിന്നീട് ലാലേട്ടൻ്റെ ഒരു പടം ലൂസിഫർ. അപ്പോൾ ഇനിയും സ്ക്രിപ്റ്റിങ്ങിലായാലും അഭിനയത്തിലായാലും ഒത്തിരി കാര്യങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് മുരളി ഗോപി എന്ന നടനിൽ നിന്നും സ്ക്രിപ്റ്റ് റൈറ്ററിൽ നിന്നും. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മഞ്ജുരിയൻ ചാറ്റിൽ നിന്ന് ഞാനും ബൈ പറയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.